ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് തൊട്ടിട്ട് ഞാൻ കേൾക്കുന്ന വളരെ കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ആരും ഈ കോഴ്സ് പഠിക്കരുത്, ആർക്കും ജോലി കിട്ടില്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കരുത്, ജോലി കിട്ടില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. സെയിം ടൈം ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ എൻട്രിയിൽ തന്നെ കുറേ സ്റ്റുഡൻസ് പ്ലേസ്ഡായി പോയിട്ടുമുണ്ട്. എനിക്കല്ലാതെ അറിയാവുന്ന ഒരുപാട് പേര് ഈ കോഴ്സ് പഠിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ അവിടേക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങിയവരുമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് എന്താ വാലിഡിറ്റി ഉള്ളത് അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എഗെയിൻസ്റ്റ് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മൾ പറയും ദൈവമുണ്ട്, പിശാചുണ്ടെന്ന് പറയുന്ന പോലെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. എല്ലാം നമ്മളെടുത്താലും അതിപ്പോൾ നമ്മുടെ ഈ പെർട്ടിക്കുലർ കോഴ്സ് മാത്രമല്ല. ചിലർ പറയും ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല, ചിലർ പറയും ഡിഗ്രി പഠിക്കാതെ ഒരു കാര്യമില്ല. മനസ്സിലായോ? ചിലർ പറയും നിങ്ങൾ പഠിച്ചിറങ്ങി നേരെ ഇവിടുന്ന് ജോലിക്ക് കയറാം, അത് ബിസിനസ്സിൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ ലൈഫ് കളയരുത്. ചിലർ എന്ത് പറയും, വല്ലവരുടെ അണ്ടറിൽ ജോലി ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് കാര്യം എടുത്താലും അതിന് പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ പറയാണ്. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു കോഴ്സ് പഠിച്ചു, ഈ ഒരു കോഴ്സല്ല, ഞാനിപ്പോൾ ഒരു സൈക്കോളജി കോഴ്സ് ഞാൻ വെറുതെ പഠിച്ചുകൊണ്ട് എനിക്ക് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കൊരു സൈക്കോളജിക്കൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലല്ല. വേറെ എന്ത് ചെയ്യണം? ഞാൻ അതിന്മേൽ വർക്ക് ചെയ്യണം, ഞാൻ അതിന്മേൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം, അതിനുവേണ്ടി അപ്സ്കില്ല് നടത്തണം. വേറെ ഏതെല്ലാം ഏരിയ ഞാൻ ഫോക്കസ് ചെയ്യണോ അതൊക്കെ ഫോക്കസ് ചെയ്ത് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അതായത് എൻ്റെ എവിടെയെല്ലാം ഞാൻ ഏതെല്ലാം സ്കിൽസാണോ ഞാൻ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടത്, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് ഇതെല്ലാം കൂടി ചേർന്നാലേ എന്താവുള്ളൂ, ഞാനൊരു ഏത് ഹോസ്പിറ്റലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്, ആ ഹോസ്പിറ്റലിൽ എങ്ങനത്തെ കാൻഡിഡേറ്റ് ആണോ വേണ്ടത്, ആ കാൻഡിഡേറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരാൾ ഞാനാവുള്ളൂ, എന്നാൽ അവരെന്നെ ഹയർ ചെയ്യുള്ളൂ. ഇതാണ് പലരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. അതായത് കോഴ്സ് പഠിക്കും, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഏത് മോഡായിക്കോട്ടെ, കോഴ്സ് പഠിക്കും. പക്ഷേ ചിലപ്പോൾ അവർ പറയും, എന്നിട്ട് അവർ പറയും അവർ പ്ലേസ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു, തന്നില്ല. ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പ്ലേസ്മെൻറ്റ് തരാനിട്ടോ ഇവർ പഠിക്കാനിട്ടോ അല്ല. അവർ പറഞ്ഞു ഞാൻ പരീക്ഷ പാസ്സായി, എനിക്ക് ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു കോഴ്സ് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ജോലി കിട്ടില്ല. നിങ്ങളുടെ ഇൻ്റർവ്യൂ സ്കിൽസ് നിങ്ങൾ മെച്ചപ്പെടുത്തിയെടുത്താൽ, നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക നിങ്ങളുടെ സ്കിൽസ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ആ ഒരു സെഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. സോഫ്റ്റ് സ്കിൽ ഒരു ഏരിയ ഉണ്ട്, അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പഠിച്ച കോഴ്സിനേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് അവിടെ ഇൻ്റർവ്യൂ നിങ്ങളുടെ ജനറൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല, ജോലി കിട്ടില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അത്ര ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം നമുക്ക് തന്നെ അറിയാലോ, ഞാൻ തന്നെ എൻ്റെ അറിയുന്ന ഒരുപാട് പേരെ എനിക്ക് അറിയാം, അവർ പഠിക്കുന്നുണ്ട്, ജോലിക്ക് കയറുന്നുണ്ട്. ഞാനും ഒരുപാട് അങ്ങനെ തന്നെ പഠിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കുറയാനും പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾ, ഇങ്ങനെ കിട്ടില്ലെന്ന് പറയുന്ന ആളുകൾ ഇന്ത്യയിൽ ഫുൾ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, GCC കൺട്രീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ജോലി നോക്കാത്തവർക്ക് GCC കൺട്രീസിലേക്ക് നോക്കാം, യൂറോപ്യൻ കൺട്രീസിലേക്ക് നോക്കാം. കാരണം അവിടെയൊക്കെ എന്തുണ്ട്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ഇന്ന് വേക്കൻസി ഉണ്ട്. സോ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ പഠിച്ചാലും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൂടി കൊടുത്താലാണ് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവുള്ളൂ. ഇനി മൈനർ കേസസ് ഉണ്ട് കേട്ടോ, എല്ലാം ഞാൻ അങ്ങനെ ബ്ലെയിം ചെയ്ത് പറയുന്നതല്ല. മൈനർ കേസസ് ഉണ്ട്. എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും ഡെഡിക്കേറ്റ് ചെയ്താലും നമ്മൾ പഠിച്ചിറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യണം. നമുക്ക് അറിയില്ലാത്തൊരു ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ആ ഒരു കോഴ്സ് പഠിച്ച് വീണ്ടും നമ്മൾ ആ ഒരു കോഴ്സ് കിട്ടുന്ന ഏരിയ അന്വേഷിച്ചിട്ട് നമ്മളതിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എന്താണ്, ഡിഫിക്കൽട്ടാണ്. കാരണം പഠിക്കാനും അന്വേഷിക്കാനും അതിൻ്റെ ഒപ്പം ജോലി സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുന്നത് തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ തിരക്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിൻ്റെ തിരക്കിലും എവിടേക്കാണ് വേക്കൻസീസ് ഉള്ളതെന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടായിന്ന് വരില്ല. കാരണം നമുക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്, ഒരു പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല.
അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന സ്ഥലങ്ങളിൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അത് ചിലപ്പോൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വരണം എന്നില്ല. കാരണം ഹോസ്പിറ്റൽസിൽ വേക്കൻസി ഉണ്ടെങ്കിലാണ് ഈ വേക്കൻസി തരാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എവിടെയാണോ നോക്കുന്നത് അവിടെ എന്നാണോ വേക്കൻസി വരുന്നത് അന്ന് നിങ്ങൾക്ക് അവിടെ കയറാവുന്ന രീതിയിൽ നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്കത് ബെറ്ററാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കേട്ടത് കൊണ്ട്, ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്നിട്ട് കമൻറ്റുകളൊക്കെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതൊരു കോഴ്സും, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചാലും ആ കോഴ്സിനും എന്തുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന്മേൽ എന്ത് ചെയ്യുക, അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ സ്കിൽ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ബാക്കി നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ്, അതായത് ലീഡർഷിപ്പ് അല്ലാതെയുള്ള മാനേജിങ് സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂ ഹാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ജോബ് കയറാം. ഇനി നിങ്ങൾ കോഴ്സ് മാത്രം പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ അതർ സൈഡ്സ് ഇമ്പ്രൂവ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. ഇനി ഇതെല്ലാം ചെയ്തിട്ടും ജോബ് കിട്ടാത്ത ആളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യുക, എവിടെയാണോ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഫോക്കസ് ചെയ്യുക. എൻ്റെ എവിടെയാണ്, ഏത് ഏരിയയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നോക്കിയിട്ട് അവിടെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇൻ്റർവ്യൂ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ കൂട്ടി കിട്ടാനായിട്ട് സാധിക്കും.